ഹലോ നമസ്കാരം. ഞാനിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വറുത്തരച്ച മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. വറുത്തരച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും അരിഞ്ഞ് തന്നെ എടുക്കാം കേട്ടോ ഇതിലേക്ക്. ഇനി അതൊന്നും മുരിഞ്ഞ് വരണം കേട്ടോ. മുരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. അതും ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/4 വേവ് ആകുമ്പോഴത്തേക്കും നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് തക്കാളി വേവുന്ന വരെ നമ്മൾ മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണേ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യണം. കാരണം ആ മല്ലിപ്പൊടിയുടെ കുത്തല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചേർത്തിട്ട് 1 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത്. ഇനി ഇതിലേക്ക് ചേർക്കണം പെരിഞ്ജീരകപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ വറുത്തരച്ച കറിയുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇത് കണ്ടോ, ഇതുണ്ടല്ലോ തേങ്ങ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാട്ടോ. ഇതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വറുത്തരച്ച കറി വയ്ക്കുമ്പോൾ അതിലേക്ക് ഒരുപാട് തേങ്ങ എടുത്തിട്ട് വറുത്തരച്ച് ചെയ്യണമല്ലോ. പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കുറച്ച് തേങ്ങ അധികം എടുത്ത് വറുത്തിട്ട് അതിൽ എന്താ പറയുക പെരിഞ്ജീരകം, ഗ്രാമ്പൂ, പട്ട എല്ലാം കൂടി ഇട്ട് വറുത്ത് പൊടിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ 1-2 ടീസ്പൂണൊക്കെ എടുത്ത് കറിയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വറുത്തരച്ച കറിയുടെ ടേസ്റ്റും കിട്ടും, നമ്മുടെ പണിയും എളുപ്പമാകും. അത് വറുത്തരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും ഇതിപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്ന പാകമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യം എത്ര വെള്ളമാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് വെള്ളം എടുക്കണ്ട. ഞാനിവിടെ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ മുട്ട എന്താ പറയുക ഹാഫ് ആക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ കിടന്ന് ആ മുട്ട തിളക്കണം, നന്നായിട്ട് തിളക്കണം. അതിൽ അത്രയും ഗ്രേവി ഞാൻ എടുക്കുന്നില്ല, കുറച്ച് ചാറ് വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതുവരെ ഇത് നമുക്ക് എത്രത്തോളം ചാറ് വേണോ ആ ഒരു ടൈം വരെ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇറക്കണതിന് മുന്നേ ഉപ്പ് നോക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വറുത്തരച്ച മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോഴേക്കും. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ പൊടി നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം കേട്ടോ. 1.5 ടീസ്പൂണിനല്ല, നമുക്ക് ആവശ്യത്തിന് എന്തോരം ഫ്ലേവർ വേണോ അതനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി വറുത്തരച്ച മുട്ടക്കറിയുടെ റെസിപ്പി ആട്ടോ ഇത്. താങ്ക്